എന്തായിരുന്നു ഇറാൻ ആണവ കരാർ? 2015 ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് JCPOA, അതായത് ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ഒരു കരാറിൽ ഒപ്പിട്ടത്. ഇറാനും ലോകശക്തികൾ എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നിവർ തമ്മിലായിരുന്നു ഈ ധാരണ. തങ്ങളുടെ ആണവ പരീക്ഷണങ്ങൾ പരിമിതപ്പെടുത്താനും യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കാനും അന്താരാഷ്ട്ര ആണവ ഏജൻസിക്ക് തങ്ങളുടെ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ അനുവാദം നൽകാനും ഇറാൻ തയ്യാറായി. ചുരുക്കത്തിൽ അടുത്ത 10-15 വർഷത്തേക്ക് ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു കരാറിന്റെ ലക്ഷ്യം. പകരമായി ഇറാന്റെ മേൽ ചുമത്തിയിരുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യാനും ഇറാന്റെ മരവിപ്പിച്ച പണം തിരികെ നൽകാനും ലോകരാജ്യങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അമേരിക്ക ഇടയുന്നത്. എന്തുകൊണ്ട് അമേരിക്ക ഇറാനെ തടയുന്നു? 2018 അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി ഈ കരാറിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഇതിന് പ്രധാനമായും കുറച്ചു കാരണങ്ങൾ അദ്ദേഹം നിരത്തിയിട്ടുണ്ടായിരുന്നു. കരാർ വെറും 10-15 വർഷത്തേക്കുള്ളത് ആണ് എന്നും അത് കഴിഞ്ഞാൽ ഇറാൻ വീണ്ടും ആയുധം നിർമ്മിക്കുമെന്നും ട്രംപ് വാദിച്ചു. കരാറിൽ ആണവായുധങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഇറാൻ നടത്തുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളെക്കുറിച്ച് ഇതിൽ പരാമർശമില്ല എന്നത് വലിയ പോരായ്മയായി അന്ന് ട്രംപ് അങ്ങ് കണ്ടു. സിറിയയിലും യമനിലും ഇറാൻ നടത്തുന്ന ഇടപെടലുകൾ തടയാൻ ഈ കരാറിന് കഴിയില്ല എന്ന് ട്രംപ് ഭരണകൂടം വിശ്വസിച്ചു. മറ്റൊരു പ്രധാന കാരണം ഇറാൻ രഹസ്യമായി ആണവ പദ്ധതികൾ തുടരുന്നുണ്ട് എന്ന രേഖകൾ ഇസ്രായേൽ പുറത്തുവിട്ടതും പിന്മാറ്റത്തിന് കാരണമായി. ഈ പിന്മാറ്റത്തിന് ശേഷം അമേരിക്ക ഇറാന്റെ മേൽ വീണ്ടും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇതിനു മറുപടിയായി കരാറിലെ നിബന്ധനകൾ ലംഘിച്ച് ഇറാൻ വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. നിലവിൽ ഈ കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഇറാൻ ആണവായുധം കൈവരിച്ചാൽ അത് മിഡിൽ ഈസ്റ്റിലെ, അതായത് പശ്ചിമ ഏഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ഇത് മേഖലയിൽ ഒരു ആണവ മത്സരത്തിന് വഴിതെളിച്ചേക്കാം. പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ സ്വന്തമായി ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേൽ ഇറാനെ വലിയ ഭീഷണിയായി കാണുന്നു. ഇറാൻ ആണവായുധം നേടുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ അപകടകരമാണ് എന്ന് അവർ അങ്ങ് കരുതി. ഇറാന്റെ വിവിധ ഗ്രൂപ്പുകളെ, ഉദാഹരണത്തിന് ഹിസ്ബുള്ള, പിന്തുണയ്ക്കുന്നുണ്ട് എന്നും ആണവ ശക്തി ലഭിക്കുന്നതിന് ഇത്തരം ഗ്രൂപ്പുകൾ കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നും അമേരിക്ക കരുതി. ഇറാന്റെ ആണവ മുന്നേറ്റങ്ങളും അതിനെ തടയാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായമായി ഇപ്പോഴും തുടരുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികളെ കേവലം ഒരു സൈനിക നീക്കമായല്ല, മറിച്ച് ആ രാജ്യത്തിന്റെ ശാസ്ത്രീയവും സാങ്കേതികവുമായ സ്വയം പര്യാപ്തതയുടെ അടയാളമായാണ് ടെഹ്റാൻ കാണുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സ്വാധീനത്തിന് വഴങ്ങാത്ത, സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കരുത്തുറ്റ രാജ്യമായി ഇറാൻ വളരുന്നത് അമേരിക്കയ്ക്ക് വലിയ തലവേദന സൃഷ്ടിക്കും. ഇറാന്റെ ആണവശേഷി വർദ്ധിക്കുന്നത് മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്കും അവരുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനും വലിയ വെല്ലുവിളിയാകുമെന്ന് അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഉപരോധങ്ങൾ വഴിയും നയതന്ത്ര സമ്മർദ്ദങ്ങൾ വഴിയും ഇറാന്റെ ഈ ശാസ്ത്രീയ വളർച്ചയെ തടയാൻ അമേരിക്ക വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇറാനെ ഇത്ര കണ്ട് ഭയപ്പെടാൻ പ്രധാന കാരണം പശ്ചിമേഷ്യയിലെ പവർ ബാലൻസ് അഥവാ ശക്തി സന്തുലനം മാറിമറിയുമെന്നതാണ്. നിലവിൽ പശ്ചിമേഷ്യയിലെ ഏക ആണവ ശക്തി ഇസ്രായേൽ ആണ് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇറാൻ കൂടി ഈ പദവിയിലേക്ക് ഉയരുന്നത് മേഖലയിൽ അമേരിക്കയ്ക്കുള്ള ഏകപക്ഷീയമായ അധികാരം അവസാനിപ്പിക്കും. ഇറാൻ ഒരു ആണവ ശക്തി ആയാൽ സമാധാന ചർച്ചകളിലും എണ്ണ വ്യാപാരത്തിലും ഇറാന്റെ ശബ്ദത്തിന് ആഗോളതലത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കും. ഇത് തങ്ങളുടെ ആധിപത്യം തകർക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ഇറാന്റെ കരുത്തുറ്റ മിസൈൽ സാങ്കേതിക വിദ്യയും ആണവശേഷിയും ഒത്തുചേർന്നാൽ അത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ താവളങ്ങൾക്ക് വലിയ ഭീഷണിയാകുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്താൻ അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും ആണവ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ 60% ലക്ഷ്യം കാണാൻ ഇറാന് സാധിച്ചു. ഇത് അവരുടെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അമേരിക്കയുടെ പക്കൽ ലോകത്തെ ഏറ്റവും വലിയ ആണവശേഖരം ഉണ്ട് എന്നിരിക്കെ തന്നെ മറ്റൊരു രാജ്യം തങ്ങളുടെ പ്രതിരോധത്തിനായി അത് വികസിപ്പിക്കുന്നത് തടയുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് ഇറാൻ വാദിക്കുന്നു. അന്താരാഷ്ട്ര ഉടമ്പടികളിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയത് ഇറാനിൽ അമേരിക്കയോടുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി എന്തുകൊണ്ടാണ് ഇറാൻ ആണവ സാങ്കേതിക വിദ്യ ആഗ്രഹിക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവ സാങ്കേതിക വിദ്യ എന്നത് അവരുടെ പരമാധികാരത്തിന്റെ ശാസ്ത്രീയമായ പുരോഗതിയുടെയും അടയാളമാണ്. വൈദ്യുതോൽപാദനം, വൈദ്യശാസ്ത്രം, കൃഷി തുടങ്ങിയ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഇറാൻ വാദിക്കുന്നു. ഇത് നീതിപൂർവമാണ് താനും. അന്താരാഷ്ട്ര നിയമപ്രകാരം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം ഉപയോഗിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ട് എന്നിരിക്കെയാണ് അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് നിലകൊള്ളുന്നത്. അമേരിക്ക ഇറാനെ തടയുന്നതിനെ ഇറാൻ കാണുന്നത് ഒരുതരം ശാസ്ത്രീയ വർണ്ണ വിവേചനമായിട്ടാണ്.
തങ്ങളുടെ മേഖലയിൽ ഇസ്രായേലിന് ആണവായുധമാകാം. എന്നാൽ ഇറാന് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് പോലും സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ പാടില്ല എന്ന അമേരിക്കൻ നിലപാട് ഇരട്ടത്താപ്പ് എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ഇറാന്റെ ചുറ്റുമുള്ള പല രാജ്യങ്ങളിലും അമേരിക്കൻ സൈനിക സാന്നിധ്യമുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു പ്രതിരോധ കവചം എന്ന നിലയിലാണ് ഇറാൻ തങ്ങളുടെ ആണവ ശേഷിയെ അല്ലെങ്കിൽ ആയുധശേഷിയെ കണക്കാക്കുന്നത്. എന്തായിരുന്നു ഇറാൻ ആണവ കരാർ? 2015 കരാറിനെ ഇറാൻ കണ്ടത് തങ്ങളുടെ മേൽ അന്യായമായി അടിച്ചേൽപ്പിച്ച സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്നുള്ള ഒരു മോചനമായാണ്. വലിയ വിട്ടുവീഴ്ചകൾക്ക് ഇറാൻ അന്ന് തയ്യാറായി എന്നുള്ളതാണ് വാസ്തവം. തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ അളവ് കുറയ്ക്കാനും ആധുനികമായ പല റിയാക്ടറുകളും പ്രവർത്തനരഹിതമാക്കാനും അവർ അന്ന് സമ്മതിച്ചിട്ടുമുണ്ടായിരുന്നു. പകരമായി ഇറാന്റെ മരവിപ്പിക്കപ്പെട്ട ശതകോടിക്കണക്കിന് ഡോളർ തിരികെ നൽകണമെന്നും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിൽക്കാൻ സാധിക്കുമെന്നും അതുവഴി തങ്ങളുടെ തകർന്നുപോയ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാമെന്നും ഇറാൻ പ്രത്യാശിച്ചു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പലതവണ പരിശോധന നടത്തി ഇറാൻ കരാർ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അമേരിക്ക പിന്മാറിയത്? 2018 അമേരിക്ക ഈ കരാറിൽ നിന്നും പിന്മാറിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചതിയായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഒപ്പിട്ട ഒരു ഉടമ്പടിയിൽ നിന്ന് ഇറാൻ അത് കൃത്യമായി പാലിച്ചിട്ടും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയത് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്കയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് എന്ന് ഇറാൻ വാദിക്കുന്നു. അമേരിക്കയിൽ ഭരണം മാറുമ്പോൾ വിദേശ നയങ്ങൾ മാറുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം ഇസ്രായേലിന്റെയും സൗദി അറേബ്യയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പിന്മാറിയത് എന്നത് വ്യക്തമായ കാര്യമാണ്. കരാറിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനാണ് അമേരിക്ക ആദ്യമായി ശ്രമിച്ചത്. മരുന്നുകളും അവശ്യ സാധനങ്ങളും പോലും ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത വിധം ഉപരോധങ്ങൾ കടുപ്പിച്ചത് തികച്ചും മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് ഇറാൻ ആരോപിക്കുന്നു. അത് വാസ്തവമാണ് താനും. ആണവ നിയന്ത്രണം എന്നതിലും ഉപരി ഇറാന്റെ ഭരണകൂടത്തെ തകർക്കുകയോ ഇറാന്റെ മിസൈൽ പ്രതിരോധ ശേഷി ഇല്ലാതാക്കുകയോ ആണ് അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ഇറാന് അതോടുകൂടി മനസ്സിലായി. സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ തങ്ങൾക്ക് മിസൈലുകൾ അത്യാവശ്യമാണ് എന്നും അത് ആണവ കരാറിന്റെ ഭാഗമല്ല എന്നും ഇറാൻ ഉറപ്പിച്ചു പറയുന്നു. ചുരുക്കത്തിൽ കരാർ പാലിച്ചിട്ടും അമേരിക്ക അത് ലംഘിച്ചതിനാൽ ഇനി അമേരിക്കയെ വിശ്വസിക്കണമെങ്കിൽ അവർ ആദ്യം ഉപരോധങ്ങൾ നീക്കണമെന്നും കരാറിലേക്ക് തിരികെ വരണമെന്നുമാണ് ഇറാന്റെ ഇപ്പോഴത്തെ കടുത്ത നിലപാട്. അമേരിക്കയുടെ ഭയത്തിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇസ്രായേലിന്റെ സുരക്ഷ. ഇറാന്റെ ഔദ്യോഗിക നിലപാടുകൾ ഇസ്രായേലിന് ഭീഷണിയാണ് എന്ന് അമേരിക്ക വിശ്വസിക്കുന്നുണ്ട്. 2, ലോകത്തെ എണ്ണ വ്യാപാരം നിയന്ത്രിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ സ്വാധീനമാണ് മറ്റൊരു കാരണം. ഒരു ആണവ ശക്തി എന്ന നിലയിൽ ഇറാൻ ഈ മേഖലയിൽ നിയന്ത്രിച്ചാൽ അത് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളെ തകർക്കും. മൂന്നാമത്തേത്, ഇറാന്റെ നേതൃത്വത്തിലുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾക്ക് ലഭിക്കാവുന്ന വലിയ ഊർജ്ജമാണ്. ലബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഉൾപ്പെടുന്ന സഖ്യത്തിന് ഇറാന്റെ ആണവ കരുത്ത് വലിയ പിൻബലമാകും. യഥാർത്ഥത്തിൽ ഇറാനെ ഒരു ആണവ രാജ്യമാക്കുന്നതിൽ നിന്ന് അമേരിക്ക തടയുന്നത് ലോകസമാധാനത്തിന് വേണ്ടിയാണെന്ന് അവർ വാദിക്കുമ്പോഴും അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം എന്നത് തങ്ങളുടെ ആഗോള മേധാവിത്വം നിലനിർത്താനുള്ള രാഷ്ട്രീയ നീക്കമാണ് എന്നത് വ്യക്തമാണ്. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയും ശാസ്ത്രീയ മുന്നേറ്റവും ഒരു രാജ്യത്തിനും തടയാനാവില്ല എന്ന നിലപാടിലൂടെ തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഈ പോരാട്ടം വെറുമൊരു ആണവ തർക്കമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ അധിപൻ ആരായിരിക്കണം എന്നതിനെ ചൊല്ലിയുള്ള വലിയൊരു അധികാര യുദ്ധം തന്നെയാണ്.